ലൈഫ്. ഓരോരുത്തരും തങ്ങളുടെ അനുഭവമനുസരിച്ച് ഓരോ നിർവചനങ്ങൾ നൽകുന്ന സുന്ദരമായൊരു വാക്ക്. മോശമെന്നോ മികച്ചതെന്നോ തരംതിരിവില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഞാനും. ഞാൻ വേണി പ്രദീപ്. മോളെ ഇറങ്ങാം. ദാ വരുന്നു പപ്പാ. ഒന്ന് പെട്ടെന്ന് വാടാ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മുകളിലത്തെ സ്റ്റോപ്പിൽ നിന്ന് വണ്ടി കയറിയാൽ മതി. ഓ, അവൻ്റെ ഒരു മുകളിലത്തെ സ്റ്റോപ്പ്. എൻ്റെ പൊന്നാളി എന്തെങ്കിലും ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. എനിക്ക് 2 കിലോമീറ്റർ നടന്നു വരാം. നീ ഒന്ന് വാ. എടാ നീ ചെന്ന് പറ. അവിടെ അപ്പൻ അവിടെ നിൽക്കുന്ന കണ്ടില്ലേ നീ? ഈ കള്ളത്തന്തിക്ക് വയ്യാതെ കാണുമ്പോൾ വീട്ടിലെങ്ങനെ ഇന്നാ പോലും കോപ്പ്. അടുത്തതും വരുന്നുണ്ട്. മച്ചാനെ ബ്രോസ്, യു മിസ് പോയോ? എനിക്കൊന്നും അറിയാൻ പറ്റില്ല. അല്ല, നിങ്ങളെന്താണ് ഈ ബസ് സ്റ്റോപ്പിൽ, മോളത്തെ ബസ് സ്റ്റോപ്പിൽ വണ്ടി ഇറത്തില്ല? എൻ്റെ പൊന്നളി ആ മുതലിനെ കണ്ടു. 2 മാസമായിട്ട് ഞാൻ പുറം നടക്കുക. എൻ്റെ അളിയ ഇത്ര നാളായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. എപ്പോൾ നോക്കിയാലും ആ കള്ളത്തന്ത കൂടെയുണ്ട്. എടാ, അതാ പ്രദീപിന്റെ മോളല്ലേ? അതെ. അടിപൊളി. എടാ, നീയൊക്കെ പൊട്ടന്മാരാണോ അതങ്ങനെ അഭിനയിക്കുന്നതാണോ? എന്താ അളിയാ കാര്യം പറ. എടാ, അയാൾ മറ്റേതാടാ, ഗേ. എടാ, ഈ ഹോമോ എന്ന് കേട്ടിട്ടില്ലേ? ഹോമോസെക്ഷൽ. അത് തന്നെ. ഈ മുംബൈ പോലീസ് അത് തന്നെ. ഇവനെ കിട്ടിയ ഒരാഴ്ചത്തേക്കുള്ളുണ്ട്. ദൈവമേ, ഞാൻ വിട്ടു. എൻ്റെ പൊന്നളിയാ, നിന്നെ കണ്ടത് നന്നായി. It's the problem I am facing from my childhood. My father is a homosexual. ചെറുപ്പത്തിൽ നഷ്ടമായ അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിച്ചത് പപ്പയിലൂടെ ആയിരുന്നു. പക്ഷെ പപ്പയുടെ ആ സ്നേഹത്തോടൊപ്പം എനിക്ക് കിട്ടിയ മറ്റൊരു സുഹൃത്താണ് ഈ പരിഹാസം, ഡോട്ടർ ഓഫ് എ ഗേ. ഈ പ്രശ്നം എന്നെ വേട്ടയാടിയിട്ടേ ഉള്ളൂ, അന്നും ഇന്നും എന്നും. ഹോമോ സാപ്പിൻസ് നോക്കിയായിരുന്നോ? അതെളുപ്പമാടാ. ഓൺലി എസ്റ്റൻ ഹ്യൂമൻ സ്പീഷീസ് ആർ കോൾഡ് ഹോമോ സാപ്പിൻസ്. ഓക്കെ, എങ്കിൽ ബാക്കി നാളെ നോക്കാം. നാളെ എവിടാ ഒന്ന് കൂടുന്നേ? നാളെ റാമിൻ്റെ വീട്ടിൽ. വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്. വേറൊന്നുമല്ല, കുറച്ച് ബന്ധുക്കൾ വന്നിട്ടുണ്ട്. നമുക്ക് മറ്റന്നാളാക്കാം. നാളെ വേണിയുടെ വീട്ടിലാക്കിയാലോ? എന്തേ? അതിനെന്താ, നിങ്ങൾ പോരെ? നിങ്ങളെപ്പോ വരും? വേണിയുടെ വീട്ടിലാണ്. കമ്പൈൻ സ്റ്റഡി ആയിരിക്കില്ല, കമ്പൈൻ സ്റ്റഡി ആയിരിക്കും. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാം. ബട്ട് ഹൗ ക്യാൻ ഐ ബ്ലെയിം ദം? സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും തെറ്റായി കാണുന്നു, നെറ്റിച്ചുളിച്ച് മാത്രം അഭിമുഖീകരിക്കുന്ന ഒരു ചിന്ത. അതിനെ വൈകല്യമായി കണ്ട് അറപ്പോടെ നോക്കിക്കാണുന്ന ഒരു കൂട്ടർ. അവർക്ക് ഞാനെന്നും ഒരു പരിഹാസ കഥാപാത്രമായിരുന്നു. ചിലപ്പോൾ ചിലരുടെ ജീവിതം അങ്ങനെ വേണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നത്തെയും ദിവസം പോലെ നാളെയുടെ പരിഹാസത്തെ ഓർത്ത് ഇന്നത്തെ ദിവസവും കടന്നു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പപ്പയോട് ഇക്കാര്യം സംസാരിക്കാൻ തീരുമാനിച്ചത്.
മോള് ഫുഡ് കഴിച്ചില്ലേ? കഴിച്ചു പപ്പ. പിന്നെന്ത് പറ്റി? ഒന്നുമില്ല പപ്പ. കാര്യം പറയടൂ. പപ്പ, നമുക്കൊരു ഡോക്ടറെ കാണണം പപ്പ. മോക്കെന്ത് പറ്റി? എനിക്കല്ല, പപ്പയ്ക്ക്. എന്തിനാ? പപ്പ, ഞാനിപ്പോൾ ഒരു ചെറിയ കുട്ടിയല്ല. എനിക്കറിയാം എല്ലാം. എന്താ നീ പറഞ്ഞു വരുന്നത്? ഐ നോ പപ്പ, യു ആർ എ ഗേ. പക്ഷെ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. പപ്പ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഈ പരിഹാസവും കളിയാക്കലും കേട്ട് ഞാൻ മടുത്തു. അതുകൊണ്ടായി പറയുന്നേ. മോളെ, നിനക്ക് അമ്മയെ ഓർമ്മയുണ്ടോ? ശിവാസജ്യം. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മ അടുത്തു വന്ന് ഇങ്ങനെ ചേർത്ത് പിടിക്കുമായിരുന്നു. നിനക്കിന്ന് 2 വയസ്സ് മാത്രമേ ഉള്ളൂ. നിനക്ക് അസുഖമായി ആശുപത്രിയിൽ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോഴാണ് അമ്മ മരിച്ചു കിടക്കുന്നത്. ഷി വാസ് ബ്രൂട്ടലി റേപ്ഡ്. പപ്പ, ഇറ്റ്സ് ഓക്കെ. ഈ വയ്യാത്ത കാലം വെച്ച് മോളെ എങ്ങനെ വളർത്തു എന്നുള്ളതായിരുന്നു ഞാൻ കൺഫ്യൂസ്ഡ് ആയത്. മോളെ ഇന്ന് വരെ ആരെങ്കിലും ശല്യം ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല പപ്പ. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദിസ്. ബിക്കോസ് ഐ എം എ ഗേ. പപ്പ എന്താ ഈ പറഞ്ഞു വരുന്നേ? ലോകത്തുള്ളവരച്ഛനും ചുറ്റുപാടുമുള്ളവർ പറയുന്നതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. സ്വന്തം മകളുടെ സുരക്ഷിതത്വത്തിനാണ്. അതാണ് അയാളുടെ കടമ. ഐ ആം നോട്ട് എ ഹോമോസെക്ഷൽ. ഐ ആം യുവർ ഫാദർ. ആസ് ഐ സെഡ്, ചിലപ്പോൾ ജീവിതം ഇങ്ങനെയാവും. മോശമെന്ന് കരുതി നാം വിഷമിക്കുന്ന പല കാര്യങ്ങൾക്കും മറ്റൊരു നല്ല വശമുണ്ടാകും. പപ്പ പറയുന്നത് പോലെ. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ലൈഫ്.